ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സുഹൃദ്ബലവും എല്ലാം ഉണ്ടാകുമ്പോൾ മെല്ലെ മെല്ലെ തലപൊക്കുന്ന ഒരു ശത്രുവുണ്ട്. അതാരാണെന്നറിയുമോ? നമ്മുടെ അഹങ്കാരമാണ്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അഹന്ത തലപൊക്കിക്കൊണ്ട് നമ്മോട് പറയും, എനിക്ക് നിങ്ങളുടെ ആരുടെയും ശുപാർശ വേണ്ട, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നിർവഹിക്കും, എനിക്ക് നന്നായി ദൈവകാരുണ്യമുണ്ട് എന്നെല്ലാം പറയുക സ്വാഭാവികമാണ്. അതുകൊണ്ട് എല്ലാം നമുക്കുള്ളപ്പോൾ ആ അഹന്തയാകുന്ന കൂട്ടുകാരൻ തലപൊക്കാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. അത് നാം കണ്ടെത്തി അതിനെ നിർവീര്യമാക്കാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതിനാൽ ഐശ്വര്യം കൈവരും നേരം ഗർവു കാട്ടാതെ ധർമ്മം പുലർത്തൂ. ധർമ്മം പുലർത്തുവാൻ കൈവന്നൊരൈശ്വര്യം ദൈവകാരുണ്യമെന്നോർക്കൂ. ഇതാണ് നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പരമസത്യം. എന്താണ്? ഐശ്വര്യം കൈവരുന്നേരം നമുക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അതുപോലെ ആൾബലമുണ്ട്, എല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊരിക്കലും നമ്മൾ അഹങ്കരിച്ച് മറ്റുള്ളവരെ തുച്ഛമായി കാണാൻ ശ്രമിക്കരുത്. എനിക്കെല്ലാ സൗകര്യവും ഉണ്ട്, ദൈവം തന്നിട്ടുണ്ട്, അവരൊക്കെ പാപികളായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വന്നത് എന്ന വാക്കുകൾ ഉച്ചരിക്കുന്നത് നമ്മുടെ അഹന്തയാണ് നാം പറയിപ്പിക്കുന്നത്. അതൊരിക്കലും നമ്മൾ അത്തരത്തിൽ പെരുമാറരുത്. മാത്രമല്ല, നമുക്ക് ഐശ്വര്യം കൈവരുന്നേരം ഗർവു കാട്ടാതെ ധർമ്മം പുലർത്തൂ. അപ്പോൾ നമ്മൾ നമ്മോടൊപ്പമുള്ള സഹജീവികളെ അനുതാപപൂർവം അവരെ സഹായിക്കാനുള്ള സന്മനസ്സുണ്ടാവുകയാണ് വേണ്ടത്. നമുക്ക് ഐശ്വര്യമുള്ളപ്പോൾ അതിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്താനും അവരെയൊക്കെ താഴ്ത്തിപ്പറയാനും അല്ല നാം ഉപയോഗിക്കേണ്ടത്. അതിൽ അഹങ്കരിക്കാതെ നമ്മൾ ധർമ്മം പുലർത്താൻ നമ്മൾ ചെയ്യേണ്ട സ്വധർമ്മം, അവശരായവരെ, നമ്മേക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ധർമ്മം പുലർത്തുക എന്ന് പറയുന്നത്. ധർമ്മം പുലർത്തൂ, ഗർവ് കാട്ടാതെ ധർമ്മം പുലർത്തൂ. ഗർവെന്നാൽ അഹങ്കാരം. അപ്പോൾ അഹങ്കാരം കാട്ടാതെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ഈശ്വരൻ എനിക്കിപ്പോൾ എല്ലാ ഐശ്വര്യവും തന്നിരിക്കുന്നത് എന്ന് ധരിക്കണം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരൊറ്റ ഞരമ്പ് വഴച്ചാൽ മതി നമ്മുടെ എല്ലാം പറവറക്കാൻ, എല്ലാം പമ്പ കടക്കാൻ നമ്മുടെ ഒരൊറ്റ ഞരമ്പ് വഴച്ചാൽ മതി. തലച്ചോറിലേക്കുള്ള ഒരു ചെറിയ മുടിനാരിഴയ്ക്കോളം വലുപ്പമുള്ള ഒരു ഞരമ്പ് പിഴച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള എതിർദിശ ഭാഗങ്ങൾ മുഴുവൻ തളർന്നു പോകാൻ ഒരു മുടിനാരിഴ പോലെയുള്ള ഒരു ഞരമ്പ് മതി. ഇതെല്ലാം ആ സർവേശ്വരനാണ് നമ്മുടെ ഈ ശരീരത്തെ ആരോഗ്യവും ഐശ്വര്യവും തന്ന് നിലനിർത്തുന്നത് എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ഇന്നുള്ള എല്ലാ സുഖത്തിനും നിദാനം ഈശ്വരൻ്റെ കാരുണ്യം ഒന്നു മാത്രമാണ് എന്ന് എപ്പോഴും നാം ധരിക്കണം. ഇതെൻ്റെ കഴിവ് കൊണ്ടാണ്, ഞാനാണിതെല്ലാം ഉണ്ടാക്കിയത് എന്ന ബോധം നമുക്കൊരിക്കലും ഉണ്ടാവരുത്. എനിക്കൊന്നും സാധ്യമല്ല, എല്ലാം സർവേശ്വരനാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധം വേണം. എന്നെ തന്നെ ഭഗവാൻ സമർപ്പിക്കണം. അതാണ് രാധാദേവി ശ്രീകൃഷ്ണനോടൊരിക്കൽ പറഞ്ഞു, കൃഷ്ണ, എന്നെ അങ്ങയുടെ ഓടക്കുഴൽ പോലെ ഉപയോഗിക്കൂ. ആ ഓടക്കുഴലിൻ്റെ ഉള്ളിൽ
ഒരു കരടോ തുമ്പോ ഇല്ലെങ്കിൽ അതിലൂടെ അത്യന്തം മനോഹരമായിരിക്കുന്ന വേണുനാദം മുതിർത്ത് മറ്റെല്ലാ ജീവജാലങ്ങളെയും ആനന്ദിപ്പിക്കാൻ സാധിക്കുന്നു. എന്നാൽ ആ കരട് എന്തെങ്കിലും ഒരു കരടുണ്ടായാൽ ശബ്ദം ഉണ്ടാവുകയില്ല. അക്കരട് ഇല്ലെങ്കിലാണ് ശബ്ദമുണ്ടായി മറ്റുള്ളവർക്ക് ആനന്ദപ്രദമായി തീരുന്നത്. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന വേണുവിലൂടെ ഭഗവാനായിരിക്കണം ആ വേണുനാദം ഉതിർക്കുന്നത്. അതിൽ ഞാനെന്ന കെടുമ്പുണ്ടാവരുത്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള രണ്ട് ഭാവമാണ് ദൈവത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത്. ഞാനുണ്ടായപ്പോഴാണ് എൻ്റേതുണ്ടായത്, ഞാൻ അതിൽ നിന്ന് വേറെയാണ് എന്ന തോന്നലാണ് നമ്മെ അഹന്തയ്ക്ക് കാരണക്കാരാക്കി തീർക്കുന്നത്. അത് നാം ഒരിക്കലും ആ കടുമ്പ് നമ്മുടെ ദേഹമാകുന്ന ഓടക്കുഴലിൽ ഇല്ലെങ്കിൽ അതിലൂടെ ഭഗവാൻ എപ്പോഴും അത്യന്തം സുന്ദരമായ ആ വേണുനാദം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് കേൾക്കണമെങ്കിൽ ഞാനും എൻ്റേതും അവിടെ ഇല്ലാതാവണം. ഐശ്വര്യം കൈവരുന്നേരം ഗർവു കാട്ടാതെ ധർമ്മം പുലർത്തുവാൻ കൈവന്നൊരൈശ്വര്യം ദൈവകാരുണ്യമെന്നോർക്കൂ.